തിരുവനന്തപുരം വട്ടപ്പാറയിൽ ഭാര്യയെ ഭർത്താവ് കഴുത്തറുത്തു കൊന്നു. ഭാര്യ ജയലക്ഷ്മിയാണ് ഭർത്താവ് ബാലചന്ദ്രൻ കൊലപ്പെടുത്തിയത്. കൊലപാതക ശേഷം ബാലേന്ദ്രൻ ആത്മഹത്യ ചെയ്തു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് ചേരുന്നു. നൃപൻ, എന്താണ് ഈ അരുംകൊലയ്ക്ക് ഇടയാക്കിയത്, ആത്മഹത്യയ്ക്ക് ഇടയാക്കിയെന്നുള്ള വിവരങ്ങളാണ് പോലീസ് നൽകുന്നത്? ഏതെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടോ? തിരുവനന്തപുരം വട്ടപ്പാറ കുറ്റ്യാടിയിലാണ് സംഭവം ഉണ്ടായത്. ഭാര്യ ജയലക്ഷ്മിയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കൊലപാതക ശേഷമാണ് ഇദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ബാലചന്ദ്രന്റെ മരുമകൾ ഉച്ചയ്ക്ക് ഭക്ഷണവുമായി വീട്ടിലെത്തിയപ്പോഴാണ്, ആഹാരം എത്തിക്കുന്നതിന് വേണ്ടി എത്തിയപ്പോഴാണ് ഈ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. തൊട്ടടുത്ത് തന്നെ ഭാര്യ ജയലക്ഷ്മിയുടെ മൃതദേഹം കഴുത്തറുത്ത നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. വട്ടപ്പാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുറ്റ്യാനിയിൽ ആണ് ഉച്ചയോടുകൂടി സംഭവം ഈ പറയുന്ന മരുമകൾ ഈ വിവരം അറിയുകയും തുടർന്ന് പോലീസിനെയും അറിയിക്കുകയും ചെയ്തത്. ഈ പറയുന്ന ഭാര്യ ജയലക്ഷ്മി മറ്റു ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചികിത്സയിലായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിന്റെ മനോവിഷമം കുടുംബത്തിലെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ബാലചന്ദ്രനും ഇക്കാര്യത്തിൽ വലിയ തരത്തിലുള്ള വിഷമമുള്ള ഒരാളായിരുന്നു എന്നതാണ് പോലീസിന് നാട്ടുകാർ നൽകിയ പ്രാഥമിക വിവരത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ കഴുത്തറുത്ത് സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തുന്ന തരത്തിൽ അത് നീങ്ങിയത് എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ബാലചന്ദ്രൻ തൂങ്ങി മരിക്കുകയായിരുന്നു. ജയലക്ഷ്മിക്ക് 63 വയസ്സ് പ്രായമുണ്ട്. ബാലചന്ദ്രന് 67 വയസ്സാണ് പ്രായം. ഇരുവരും ഒറ്റയ്ക്കാണ് ഈ കുടുംബ വീട്ടിൽ താമസിച്ചിരുന്നത്. 2 ആൺമക്കളാണ് ഇവർക്കുള്ളത്. ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥനാണ്, മറ്റൊരാൾ അവിടെ തന്നെ ഓട്ടോ ഓടിക്കുന്ന ആളാണ്. ഇയാളുടെ ഭാര്യയാണ് വീട്ടിൽ ഉച്ചഭക്ഷണവുമായി എത്തിയപ്പോൾ ഇരുവരും മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ജയലക്ഷ്മിയുടെ കഴുത്തറുത്ത് രക്തം വാർന്ന് മരിച്ചു കിടക്കുന്ന അവസ്ഥയിലും ബാലചന്ദ്രൻ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നുണ്ട്. ആ പ്രദേശത്ത് പരിശോധനകളും നടത്തുന്നുണ്ട്. പ്രാഥമികമായി നാട്ടുകാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ മാത്രമാണ് ഈ അവസരത്തിൽ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. പോലീസിനും മറ്റു വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ജയലക്ഷ്മി കടുത്ത രോഗത്തിന് അടിമയായിരുന്നു, ചികിത്സയിലായിരുന്നു. ഈ ജയലക്ഷ്മി കിടപ്പ് രോഗിയായിരുന്നോ? ജയലക്ഷ്മി കിടപ്പ് രോഗിയല്ല, ചികിത്സിക്കുന്ന അവസ്ഥയിലായിരുന്നു. രോഗ അവസ്ഥയിൽ നിരവധി ആശുപത്രി വാസവും ഒപ്പം തന്നെ ചികിത്സയൊക്കെ തുടരുന്ന ഘട്ടത്തിലായിരുന്നു. അതിൽ ചികിത്സയുമായി ബന്ധപ്പെട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കുടുംബം പ്രത്യേകിച്ച് ബാലചന്ദ്രനും ജയലക്ഷ്മിയും വലിയ മാനസിക പ്രശ്നത്തിലായിരുന്നു എന്നതാണ്. ഇതിനിടയിൽ ഇവർ രണ്ടുപേരും മാത്രമാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ഈ കൊലപാതകത്തിന് കാരണമായ ഈ ഉച്ചയോടുകൂടിയാണ് കൊലപാതകത്തിന്റെ വിവരം ഈ മരുമകൾ അറിയുന്നത്. എപ്പോഴാണ് മരണപ്പെട്ടത് എന്ന കാര്യത്തിലും വ്യക്തതയില്ല. കൊല നടന്ന സംബന്ധിച്ചും ഈ മക്കളൊക്കെ അടുത്തടുത്ത് തന്നെയാണോ താമസിച്ചിരുന്നത്? തൊട്ടടുത്ത് തന്നെയാണ്, പക്കത്ത് തന്നെയാണ് മകൻ താമസിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അവിടെ നിന്ന് ഭക്ഷണവുമായി ഇവർക്ക് ഭക്ഷണം എത്തിക്കാൻ വേണ്ടിയാണ് മരുമകൾ എത്തിയത്. അപ്പോഴാണ് മരണപ്പെട്ട അവസ്ഥയിൽ കാണുന്നത് കൊലപാതകമാണെന്ന് തിരിച്ചറിയുന്നു. ഉടൻ തന്നെ മരുമകൾ തന്നെയാണ് പോലീസിനെ വിവരം അറിയിച്ച് ഉടൻ തന്നെ പോലീസ് എത്തി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ബാക്കി വിശദാംശങ്ങൾ നാട്ടുകാരിൽ നിന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ. ഇവർ ഏതെങ്കിലും സാമ്പത്തിക പരാധീനതകൾ, ബുദ്ധിമുട്ടുകൾ ഉള്ള കുടുംബമായിരുന്നു? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? നാട്ടുകാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. ഇവർക്ക് ഈ പറഞ്ഞ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ കടുത്ത രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു എന്നത് മാത്രമാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. കാരണം മക്കൾ പ്രത്യേകിച്ച് താമസിക്കുകയും കുടുംബ വീട്ടിലായിരുന്നു അമ്മയും അച്ഛനും, ഈ ബാലചന്ദ്രനും ജയലക്ഷ്മിയും താമസിച്ചിരുന്നത്. ഇതിനെ തുടർന്ന് ഇന്നെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ ഭാഗമായിട്ടുണ്ടോ, മറ്റെന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ, ചികിത്സയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ അവർ അനുഭവിച്ചിരുന്നു എന്ന കാര്യങ്ങൾ ഇനി വ്യക്തമാകേണ്ട കാര്യമാണ്. സിജു. ശരി, നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.